അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മഹത്തായ ആയത്തിനെ കുറിച്ചാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി, ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി, എന്ത് പ്രശ്നമാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മരുന്നാണ് ഈ ആയത്ത്. സൂറത്തുൽ തൗബയിലെ 129 ആയത്ത്. വെള്ളിയാഴ്ച രാവ് ഏറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ആയത്ത് വെള്ളിയാഴ്ച രാവിൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, വളരെ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായും മാനസികമായും അല്ലാതെയും. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മറ്റു പ്രശ്നങ്ങളെ വേറെ വ്യക്തിയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഒക്കെ മാറാൻ വേണ്ടി ഈ സൂറത്ത് തൗബയിലെ ഈ ആയത്ത് ഓതിയാൽ മതി. ഓതേണ്ട വിധം നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന അത്ര, ഏകദേശം 1,00,000 ആണെങ്കിൽ 1,00,000, അല്ലെങ്കിൽ 21,000, അല്ലെങ്കിൽ 33,000, ഏറ്റവും കൂടുതലാണ് ഉത്തമം. എത്ര ചൊല്ലാൻ പറ്റും അത് നിയ്യത്ത് വെക്കുക. എന്നെക്കൊണ്ട് ഇത്ര ചൊല്ലാൻ കഴിയും, അങ്ങനെ അത്ര ഞാൻ ചൊല്ലിക്കോളാന്ന് നിയ്യത്ത് വെക്കുക. അങ്ങനത്തെ ചൊല്ലി നോക്കുക, എന്തായാലും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഇത് തവക്കലിൻ്റെ ആയത്താണ്. തവക്കലിൻ്റെ മാത്രമല്ല, തൗഹീദിൻ്റെയും കൂടി ആയത്താണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും പവർഫുള്ളായ ദിക്ർ അടങ്ങിയ ഈ ആയത്ത് ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹുവിലേക്ക് ഡയറക്റ്റായി ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ പ്രാർത്ഥന എത്തുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുക, അല്ലാത്ത ദിവസവും പറ്റും. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇത് തുടങ്ങുക. നമ്മൾ രാത്രി ഒന്നുറങ്ങി നീച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഒരു 1000 സ്വലാത്തോ അല്ലെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലുക. ശേഷം ഈ ആയത്ത്, അതായത് ദിക്ർ രൂപത്തിൽ ബിസ്മി ഇല്ലാതെ ഈ ആയത്ത് ഓതുക. ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ നിങ്ങളുടെ പ്രയാസം അത് പറഞ്ഞ് ദുആ ചെയ്യുക. ഇത് അടുത്ത വെള്ളിയാഴ്ച വരെ തുടരുക. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു തആല. നമ്മളുടെ പ്രശ്നം എന്താണ്, മറ്റുള്ളവർ പറയുകയാണ്, നമ്മൾ വിചാരിക്കാൻ വേണ്ടി ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച ആഗ്രഹമാണെങ്കിൽ കൂടി സഫലമാവുന്നതാണ്. മറ്റുള്ളവർ പറയുകയാണ് ഇത് നടക്കൂല, അപ്പോൾ നമ്മൾ വിചാരിച്ചു എൻ്റെ ആഗ്രഹം നടക്കൂലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ തീരും, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക. കാരണം എല്ലാം അള്ളാഹുവിന് വിട്ടു കൊടുക്കുക. എൻ്റെ അള്ളാഹ് എനിക്കുണ്ടല്ലോ, എൻ്റെ നാഥനുണ്ടല്ലോ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു തആല അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആയത്ത്, അതായത് സൂറത്ത് തൗബയിലെ ഈ അവസാനത്തെ ആയത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങളെക്കൊണ്ട് സാധിക്കൂല, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച ആഗ്രഹമാണെങ്കിൽ കൂടി ഈ ആയത്ത് ഓതി ദുആ ചെയ്യുക. ദിക്ർ രൂപത്തിൽ കേട്ടോ, ഇസ്മില്ലാതെ അങ്ങനെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാ പ്രശ്നങ്ങളും, സകല ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി തരുന്നതാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.